പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് ഡിസീസസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന കുറച്ച് ഡിസീസുകൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് വൈറൽ ഡിസീസുകളാണ്. വൈറസുകൾ ഉണ്ടാകുന്ന കുറച്ച് ഡിസീസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ഇപ്പോൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഈ വൈറസ് എന്നുള്ളത്, കൊറോണ വൈറസ്, അല്ലെ? അപ്പൊ കൊറോണ മാത്രമല്ല വൈറസ്. പറഞ്ഞു നമ്മൾ വിചാരിക്കും കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് എന്തുണ്ട് വൈറസ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് വൈറസുകളും അവ ഉണ്ടാക്കുന്ന ഡിസീസുകളും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം അതിലൊന്ന് മാത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ്. ഓക്കെ, അപ്പൊ വൈറസുകൾ എന്താണ്, അവരുണ്ടാക്കുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ്, ആ ഡിസീസിന്റെ ഒക്കെ സിംറ്റംസ് എന്താണ്, ആ ഡിസീസിനൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ബാക്ടീരിയൽ ഡിസീസുകളെ കുറിച്ച് പഠിച്ചതുപോലെ ഇന്ന് ആരെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്? വൈറൽ ഡിസീസുകളെ കുറിച്ച് പഠിക്കാൻ പാടും. വൈറൽ ഡിസീസ് മീൻസ് വൈറസുകൾ കാരണം ഉണ്ടാകുന്ന ചില രോഗങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും ഇപ്പൊ വൈറസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? കൊറോണ വൈറസ്, അല്ലേ? COVID-19 എന്നറിയപ്പെടുന്ന കൊറോണ വൈറസ്. ഇത് വളരെയധികം സ്പ്രെഡായിട്ട് നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതിന്റെ മെയിൻ റീസൺ, അല്ലെ? മെയിൻ അല്ല, ഏക റീസൺ. നമ്മൾ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതിന്റെ ഏക റീസൺ എന്നുള്ള ആരാണ്? ഈ കൊറോണ വൈറസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുപോലെ തന്നെ കൊറോണ വൈറസുകളെക്കാൾ മാരകമായ മറ്റു ചില വൈറസുകളുണ്ട്. എന്നാൽ കൊറോണ വൈറസിന്റെ അത്രയും തന്നെ മാരകമല്ലാത്ത വൈറസുകളും ഉണ്ട്. അങ്ങനെ ധാരാളം വൈറസുകൾ വേറെയുണ്ട്, അവരുണ്ടാക്കുന്ന ഡിസീസുകളുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് വൈറസ് മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചില വൈറൽ ഡിസീസുകൾ, വൈറസ് മൂലം ഉണ്ടാകുന്ന ചില ഡിസീസുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് കുറച്ചു നാൾ മുമ്പ് കൊറോണ അല്ലാതെ വേറൊരു വൈറസ്, നിപ്പ എന്ന് പറയുന്ന ഒരു വൈറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിപ്പ വൈറസ്, നിപ്പ ഒരു 2 വർഷം മുന്നേ ഒരിക്കൽ കേട്ടതാണ്, കുറച്ചുപേരൊക്കെ മരിച്ചു, അല്ലെ? അതുപോലെ തന്നെ ഇപ്പോൾ 1 മാസം മുമ്പ് നമ്മൾ കേട്ടതാണ് നിപ്പ വന്നിട്ട് ഒരാൾ മരിച്ച കാര്യം, ഒരു പയ്യൻ മരിച്ചു, അല്ലെ? ഒരു പയ്യൻ. അപ്പൊ ഇതുപോലെ ഇപ്പം കൊറോണയായി, നിപ്പയായി നമുക്കിനി അറിയാവുന്ന എയ്ഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, കോളറയില്ല, ഡെങ്കു ഫീവർ ഉണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ട്. കോളറ ബാക്ടീരിയ ആണ് കേട്ടോ. ബാക്കി എന്താണ് നമ്മളെ ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി നമ്മൾ വിളിക്കുന്ന ഡെങ്കു ഫീവർ ഉണ്ട്, അതുപോലെ ചിക്കൻ ഗുനിയ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഡിസീസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആരാണ്? വൈറസുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറസ് ഉണ്ടാകുന്ന ചില ഡിസീസ്. അതിനു മുൻപ് വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്. ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സെല്ലാണോ? ഒരു സെല്ലാണോ എന്ന് ചോദിച്ചാൽ സെൽ അല്ലെന്നേ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? ഒരു സെല്ലിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ വൈറസിന് ഇല്ല. ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രോട്ടീൻ കോട്ട് കണ്ടോ. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തൊരു പ്രോട്ടീൻ കോട്ട് കാണും, കട്ടയുള്ള ഒരു പ്രോട്ടീൻ കോട്ട് കണ്ടോ. ഇതാണ് ആ പ്രോട്ടീൻ കോട്ട്. ആ പ്രോട്ടീൻ കോട്ടിനുള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ, എയ്തർ RNA ഓർ DNA. ഇതാണ് പ്രോട്ടീൻ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ട് നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്നാണ്. ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ടും അകത്തൊരു ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും? എയ്തർ DNA ഓർ RNA. രണ്ടും കൂടി വരുന്ന ഏതെങ്കിലും ഒന്ന്. ഒന്നുകിൽ DNA ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? RNA. എയ്തർ DNA ഓർ RNA. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. ഏതെങ്കിലും ഒന്നേ വരൂ, രണ്ടും കൂടി വരില്ല. അപ്പൊ ഇതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഇത് ചിലപ്പോൾ RNA ആയിരിക്കും, ചിലപ്പോൾ DNA ആയിരിക്കും. രണ്ടും കൂടി ഒരിക്കലും വരില്ല. ഇതാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു വൈറസ്. അപ്പൊ നമുക്ക് ഇവരെ ഒരു സെല്ലായിട്ട് കണക്കാക്കാൻ പറ്റുമോ? സയന്റിഫിക് വേൾഡ് ഇവനെ ഒരു സെല്ലായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. കാരണം എന്താ? ഇവനൊരു സെല്ലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. ഒരു സെല്ലായാലുള്ള ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോം, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി, അങ്ങനെ ഒരുപാട് സെൽ ഓർഗനൽസ് ഒക്കെ വേണം. അങ്ങനെയുള്ള എന്തെങ്കിലും ക്വാളിറ്റി അവനുണ്ടോ? ഒരു സെല്ലിന്റേതായ ഒരു ക്വാളിറ്റിയും വൈറസിനില്ല. അതുകൊണ്ട് തന്നെ ഇവനെ ഒരു സെല്ലായിട്ട് കണക്കാക്കിയിട്ടില്ല. ഒരു സെല്ലായിട്ട് അവനെ കണക്കാക്കിയിട്ടേ ഇല്ല. കാരണം എന്താ? ആകെ ഇവനുള്ളത് എന്താ? പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ആവരണം, ഒരു പ്രോട്ടീൻ കോട്ടും അതിനുള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ, എയ്തർ DNA ഓർ RNA. ഇതാണ് വൈറസ്. ഒരു പ്രോട്ടീൻ കോട്ട്, അതിനകത്തൊരു ജനറ്റിക് മെറ്റീരിയൽ, അത് ചിലപ്പോൾ DNA ആകാം, ചിലപ്പോൾ RNA ആകാം. ഇത്രയേ ഉള്ളൂ ഒരു വൈറസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവനൊരു ലിവിംഗ് ബോഡിക്ക് ഉള്ളിൽ ഇരിക്കുമ്പോൾ ലിവിംഗ് ക്യാരക്ടർ കാണിക്കും, ലിവിംഗ് ബോഡിക്ക് പുറത്തിരിക്കുമ്പോൾ നോൺ ലിവിംഗ് ക്യാരക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ വൈറസ് നമ്മുടെ ബോഡിക്കകത്തോ ഒരു പ്ലാന്റിന്റെ ബോഡിക്കകത്തോ എവിടെയെങ്കിലും കയറിയെന്ന് വിചാരിക്കുക, എങ്കിൽ ഇവൻ ഉടനെ അതിനകത്ത് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ലിവിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം
ഒരു ജീവനുള്ള ശരീരത്തിനകത്ത് കയറിയാൽ മാത്രമേ വൈറസുകൾ ജീവന്റേതായ പ്രോപ്പർട്ടി കാണിക്കൂ. എന്ന് പറഞ്ഞാൽ വൈറസിന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നും. വെറുതെ വൈറസ് ഇപ്പം ഒരു കല്ലിന്റെ പുറത്തോ ഒരു തടിക്കഷ്ണത്തിന്റെ പുറത്തോ മണ്ണിലോ എവിടെയെങ്കിലും കിടക്കണം വിചാരിച്ചോ, വൈറസ് ചത്തതുപോലെയും കിടക്കും. മീൻസ് അതിന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. ജീവന്റേതായ ഒരു പ്രോപ്പർട്ടിയും ഒരു സ്വഭാവവും കാണിക്കില്ല. പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഒരു ലിവിംഗ് ബോഡിക്കുള്ളിൽ എത്തുമ്പോൾ ലിവിംഗ് ക്യാരക്ടർ കാണിക്കുകയും ലിവിംഗ് ബോഡിക്ക് പുറത്ത് നോൺ ലിവിംഗ് ക്യാരക്ടർ കാണിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? വൈറസ്. അപ്പൊ വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്നത് വരെ അവൻ ചത്തതുപോലെ ആയിരിക്കും മണ്ണിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് കയറിയാലോ അല്ലെങ്കിൽ പ്ലാൻ ബോഡിക്കകത്ത് കയറിയാലോ ഇവൻ ഉടനെ ലിവിംഗ് ക്യാരക്ടർ കാണിക്കും. അപ്പോഴാണ് ശരിക്കും അവന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതുവരെ നമ്മൾ വിചാരിക്കുന്നവന് ജീവൻ കാണൂലെന്ന. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ഒരു കല്ലിന്റെ പുറത്ത് ഒരു വൈറസ് ഇരിക്കുന്നു വിചാരിക്കുക, ആ വൈറസും ചത്തതുപോലെ ഇരിക്കും. അവന് ജീവന്റേതായ ഒരു പ്രോപ്പർട്ടി അവൻ കാണിക്കില്ല. ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി എന്ന് വിചാരിക്കുക. നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാലോ ഇവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിക്കകത്ത് വെച്ച് മൾട്ടിപ്ലൈ ആകാൻ തുടങ്ങും. ഈ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ ആണ്. അത് ലിവിംഗ് ക്യാരക്ടറാണ്. അപ്പൊ വൈറസിന് ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെയോ പ്ലാന്റിന്റെയോ ഒക്കെ ശരീരത്തിനുള്ളിലിരിക്കുമ്പോൾ വൈറസുകൾക്ക് ജീവൻ ഉള്ളതായിട്ട് തോന്നും. അവ നമ്മുടെ ശരീരത്തിന് പുറത്ത് ഒരു നോൺ ലിവിംഗ് മെറ്റീരിയലിന്റെ പുറത്തിരുന്നാൽ, ഒരു നോൺ ലിവിംഗ് മെറ്റീരിയലിന്റെ പുറത്ത്, ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ പുറത്ത് വൈറസ് ഇരുന്നാൽ വൈറസിനും ജീവൻ ഇല്ലെന്നേ നമുക്ക് തോന്നുന്നു. കാരണം ജീവന്റേതായ ഒരു ഗുണവും അവനപ്പൊ കാണിക്കില്ല. അവന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കണമെങ്കിൽ അവൻ എവിടെ എത്തണം? ഒരു ലിവിംഗ് ബോഡിക്കുള്ളിൽ എത്തണം. ഒരു പ്ലാന്റിന്റെയോ അനിമലിന്റെയോ ബോഡിക്കുള്ളിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ വൈറസിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വൈറസുകൾ നമ്മളെ മാത്രമല്ല അറ്റാക്ക് ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടെയുള്ള ഏത് അനിമലുകളെയും വൈറസ് അറ്റാക്ക് ചെയ്യാം. പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്. ഈവൻ ബാക്ടീരിയകളെ പോലും വൈറസ് അറ്റാക്ക് ചെയ്യും. നമ്മൾ ബാക്ടീരിയോ ഫേജ് എന്നൊക്കെ പറയാറുണ്ട് അത്തരം വൈറസുകളെ. അപ്പം അനിമലുകളെ, നമ്മൾ ഉൾപ്പെടെയുള്ള ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള അനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്, പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്, ഈവൻ ബാക്ടീരിയകളെ പോലും അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളുണ്ട്. ബാക്ടീരിയ പോലും വൈറസ് അറ്റാക്ക് ചെയ്യും. അപ്പൊ ബാക്ടീരിയ പോലും അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ ഒരു വൈറസ് എങ്ങനെയാണ് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു വൈറസ് എങ്ങനെയാണ് നമ്മുടെ ഒരു സെല്ലിനെ, അത് നമ്മുടെ ബോഡി ആയാലും നമ്മുടെ ബോഡി സെല്ലായാലും ഒരു പ്ലാന്റ് ബോഡി സെല്ലായാലും ആരെയായാലും ഒരു ബാക്ടീരിയ ആയാലും ഒരു വൈറസ് എങ്ങനെ അറ്റാക്ക് ചെയ്യും? ഇതിപ്പോ ഒരു വൈറസ് എന്ന് വിചാരിക്കുക, ഇതൊരു വൈറസ് ആണ്. ഈ വൈറസ് നമ്മുടെ ബോഡി സെൽ എന്ന് വിചാരിക്കുക, നമ്മുടെ ശരീരത്തിലെ ഒരു സെല്ലാണ്, നമ്മുടെ ബോഡിയിലെ ഒരു സെല്ലാണ് ഈ സെല്ല്. ഇതൊരു വൈറസ്. അപ്പൊ ഈ ഇരിക്കുന്ന ഒരു വൈറസും ഇത് നമ്മുടെ ബോഡിയിലെയോ പ്ലാന്റ് ബോഡിയിലെയോ എവിടത്തെ ആയാലും ഒരു സെല്ല്. ഇപ്പൊ വൈറസ് എങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. വൈറസിനകത്ത് ഒരു DNA അല്ലെങ്കിൽ RNA കാണുമല്ലോ. ഇത് ഒന്നുകിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും DNA. ഏതെങ്കിലും ഒരു സാധനം എന്തിനകത്ത് കാണും? വൈറസിനകത്ത് കാണും. അപ്പൊ വൈറസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എയ്തർ DNA ഓർ RNA അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? അത് ഹോസ്റ്റ് സെല്ലിലോട്ട്, അതായത് നമ്മുടെ ബോഡിയിലെ സെല്ലിലോട്ടോ പ്ലാന്റ് ബോഡിയിലെ സെല്ലിലോട്ടോ. അത് ഈ വൈറസ് എവിടെയാണ് എത്തുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിലാണ് വൈറസ് എത്തുന്നതെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആ ജനറ്റിക് മെറ്റീരിയൽ അവൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ ബോഡി സെല്ല്, നമ്മുടെ സെല്ലിനകത്തോട്ട്, നമ്മുടെ ബോഡിയിലെ സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് നമ്മുടെ ബോഡിയുടെ ഈ സെല്ല്, നമ്മുടെ സെല്ല്, ഈ സെല്ലിന്റെ കൺട്രോൾ ആര് ഏറ്റെടുക്കും? വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലെങ്കിൽ RNA ഏറ്റെടുക്കും. അപ്പം നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനെ ആരാണ് ഇതുവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ DNA. നമ്മുടെ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ DNA. എന്നാൽ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈറസിനകത്തുള്ള DNA എവിടെ എത്തും? നമ്മുടെ സെല്ലിനകത്ത് എത്തുകയും നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ ആര് ഏറ്റെടുക്കുകയും ചെയ്യും? വൈറസിന്റെ DNA. വളരെ വ്യക്തമായിട്ട് കേൾക്കണം. നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ പിന്നെ ആരുടെ കയ്യിലാണ്? വൈറസിന്റെ DNAയുടെ കയ്യിലാണ്. പിന്നെ നമ്മുടെ സെല്ലിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരായിരിക്കും? വൈറസിന്റെ DNA ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സെല്ലുകൾ നശിച്ചു പോകുന്നത്. അതിപ്പോ നമ്മുടെ സെല്ലായാലും ശരി, ഒരു പ്ലാന്റ് സെല്ലായാലും ശരി, ഒരു ബാക്ടീരിയ ആയാലും ശരി, ഈ പറഞ്ഞ സെല്ലുകളെയൊക്കെ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. നമ്മുടെ സെല്ലിന്റെ പുറത്ത് വന്ന് വൈറസ് അറ്റാച്ച് ചെയ്യും, ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് വൈറസിനകത്തിരിക്കുന്ന DNA അല്ലെങ്കിൽ RNA നമ്മുടെ സെല്ലിനകത്തോട്ട് കടത്തിവിടും. അങ്ങനെ നമ്മുടെ സെല്ലിനകത്തെത്തുന്ന ആ DNA നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കും. അതായത് പിന്നെ നമ്മുടെ DNAക്ക് അവിടെ ഒരു റോളും കാണില്ല. ആ റോള് മൊത്തം ആർക്കായിരിക്കും? വൈറസിന്റെ DNA അല്ലെങ്കിൽ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു സെല്ലിന് എന്ത് ചെയ്യുന്നത്? വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് സംഭവം എന്ന് അറിയാമോ? വൈറസിന്റെ DNA നമ്മുടെ സെല്ലിനകത്ത് എത്തുമല്ലോ. നമ്മുടെ എന്ന് പറയുമ്പോൾ ഏത് അനിമൽസിന്റെ ആകാം അല്ലെങ്കിൽ ഏത് പ്ലാന്റുകളുടെ ആവാം. ബോഡിക്കുള്ളിൽ ഈ DNA എത്തിയിട്ട്, വൈറസിന്റെ DNA എത്തിയിട്ട് നമ്മുടെ DNA ഉപയോഗിച്ച് അവന്മാർ മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ DNA ഉപയോഗിച്ച്, നമ്മുടെ സെല്ലിന്റെ DNA ഉപയോഗിച്ച് വൈറസിന്റെ DNA അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് വൈറസ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി, ഏത് ബോഡിക്കകത്താണോ വൈറസ് എത്തുന്നത്, നമ്മളിലാവാം, മറ്റേതെങ്കിലും അനിമലിലാകാം, മറ്റു പ്ലാന്റ്സിലാകാം, എവിടെയായാലും വൈറസ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. അവൻ ആ സെല്ലിനകത്ത് കയറിയിട്ട്, വൈറസും കയറൂല, വൈറസിന്റെ DNA ആണ് കയറുന്നത് അല്ലെങ്കിൽ RNA ജനറ്റിക് മെറ്റീരിയൽ. അത് ഒരു ഹോസ്റ്റ് സെല്ലിനകത്ത് എത്തിയിട്ട് ആ ഹോസ്റ്റ് സെല്ലിന്റെ DNA ഉപയോഗിച്ച് വൈറസിന്റെ DNA മൾട്ടിപ്ലൈ ചെയ്യും.
വൈറസിന്റെ DNA RNA ഏതായാലും മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് മൊത്തം ആ ബോഡിയിൽ മൊത്തം സ്പ്രെഡ് ആവും. ഇപ്പൊ കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ 1-2 വൈറസ് കയറിയാൽ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലെ സെൽ ഉപയോഗിച്ചിട്ട് അവന്റെ DNA മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവന്റെ RNA, കൊറോണ വൈറസിനെ സംബന്ധിച്ച് RNA ആണ്, മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കും. അങ്ങനെ വൈറസ് നമ്മുടെ ബോഡിയിൽ മൊത്തം സ്പ്രെഡ് ആവും. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് വൈറസിന്റെ സ്ട്രക്ചറും. വൈറസ് ഒരു ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ വൈറസ് എവിടെയാണോ കയറി ചെല്ലുന്നത്, നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമ്മുടെ ബോഡിയാണ് അവന്റെ ഹോസ്റ്റ്. അവനൊരു പ്ലാന്റ് സെല്ലാണ് കയറി പോകുന്നെങ്കിൽ പ്ലാന്റിന്റെ ബോഡിയാണ് അവന്റെ ഹോസ്റ്റ്. അവനൊരു ബാക്ടീരിയക്കകത്താണ് കയറി പോകുന്നെങ്കിൽ ബാക്ടീരിയയാണ് അവന്റെ ഹോസ്റ്റ്. അപ്പൊ എവിടെയായാലും വൈറസ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വൈറസുകൾ എന്ത് ചെയ്യുന്നത്, ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ വൈറസ് നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിസീസുകളുണ്ട്. വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരുപാട് ഡിസീസ് ഉണ്ട്. ഈ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു വൈറസ് ആരെ അറ്റാക്ക് ചെയ്യുന്നത്, ഒരു ഹോസ്റ്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്തിരുന്നിട്ട് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ആയാലും RNA ആയാലും അത് ആ ഹോസ്റ്റ് സെല്ലിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ ബോഡിയിലാണെങ്കിൽ വൈറസ് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സെല്ലിന്റെ പുറത്ത് അങ്ങ് ഇരിക്കും. വൈറസിന്റെ DNA നമ്മുടെ സെല്ലിനകത്തോട്ട് കടത്തിവിടും, ട്രാൻസ്ഫർ ചെയ്യും. വൈറസിന്റെ DNA വന്നിട്ട് നമ്മുടെ DNA ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ അവനങ്ങ് ഏറ്റെടുക്കും, വൈറസിന്റെ DNA അങ്ങ് ഏറ്റെടുക്കും. പിന്നെ നമ്മുടെ സെല്ല് എന്ത് ചെയ്തു, നശിച്ചു പോകും. അങ്ങനെ വൈറസ് നമ്മുടെ ബോഡിയിൽ മൊത്തം സ്പ്രെഡ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ വൈറസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഡിസീസ് ഉണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ ആദ്യം കൊടുത്തുള്ള ഡിസീസ് ആണ് എന്ന് പറയുന്നത് നിപ്പ അല്ലേ? നിപ്പ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, NAPH, നിപ്പ നമ്മൾ 2 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്. പലരും മരിച്ചു. അതിനകത്ത് ഒരു നേഴ്സ്, ലിനി എന്ന് പറയുന്ന ഒരു നേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതറിയാം. ഇപ്പോൾ തന്നെ എന്താണ്, കുറച്ച് ദിവസം മുമ്പ് നിപ്പ വന്നിട്ട് ഒരു പയ്യൻ മരിച്ചു. അപ്പൊ അവിടെയുള്ള ഫ്രൂട്ട്സിന്റെ ഒക്കെ സാമ്പിളും അവിടെയുള്ള അനിമലുകളുടെ ഒക്കെ സാമ്പിള്, വവ്വാലുകളുടെയും പന്നികളുടെ ഒക്കെ സാമ്പിളൊക്കെ എടുത്ത് പരിശോധിച്ചു, എങ്ങനെയാണ് ഇത് പകർന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അല്ലേ. അപ്പൊ നിപ്പ ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെയും രോഗത്തിന്റെ ഒക്കെ പേര് നിപ്പ വൈറസ്, അതുണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് നിപ്പ. ഓക്കെ അല്ലേ? വൈറസിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം, നിപ്പ വൈറസ് എന്ന് വിളിക്കാം. ആ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് നിപ്പ. അപ്പം വളരെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതങ്ങോട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ, വൈറസ് ബോഡിയിലോട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ രക്ഷിക്കാൻ പോലും വളരെ പാടാണ്. ഓക്കെ അല്ലേ? അങ്ങനെ നിപ്പ വന്ന് പലരും മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്, ഈ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചതായിട്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരാൾ മരിച്ചതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും പ്രശ്നമുള്ള രോഗമാണ് എന്ന് പറയുന്നത് നിപ്പ. അല്ല, ഈ നിപ്പ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത് എന്ന് പറയുന്നത്? ഇപ്പം വവ്വാലുകൾ അറിയാലോ, ബാറ്റ്. ഈ വവ്വാലുകൾ പേരയ്ക്ക അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് വന്നിരുന്ന് കടിക്കും. അപ്പം വവ്വാലിന്റെ സലൈവയിലൂടെ, ഈ ബാറ്റിന്റെ സലൈവയിലൂടെ നിപ്പ വൈറസ് ആ ഫ്രൂട്ടിലെത്തും. ആ ഫ്രൂട്ടിനെ ചിലപ്പോൾ നമ്മളെടുത്ത് കഴിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിലെ വൈറസ്. അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സിനെ പന്നിയെ പോലുള്ള ഏതെങ്കിലും അനിമലുകൾ കഴിക്കും. ഈ പന്നിയുടെ ഒക്കെ ഇറച്ചി കഴിക്കുമല്ലോ ആൾക്കാർ, അപ്പൊ ആ ഇറച്ചി വഴി അല്ലേ. അപ്പം പ്രധാനമായിട്ടും മനസ്സിലാക്കണം, നിപ്പ പകരുന്നത് 2 അനിമലുകൾ വഴിയാണ്. ഒന്ന് ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വവ്വാൽ എന്ന് നമ്മൾ പറയും അല്ലെ, വാവൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം ബാറ്റ്. ആ ബാറ്റ് വഴിയും പിഗ്, പന്നി വഴിയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഡിസീസ് പകരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് ബാറ്റിൽ നിന്ന് ഡയറക്റ്റ് കിട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാറ്റ് വന്ന് ഏതെങ്കിലും ഫ്രൂട്ട്സിനെ കടിച്ച് ചുപ്പിയൊക്കെ വയ്ക്കും. നമ്മൾ എന്ത് ചെയ്യും, അത് കടിച്ച് ചപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ടിനെ ചിലപ്പോൾ നമ്മൾ അറിയാതെ കഴിക്കും. അങ്ങനെ വവ്വാലിന്റെ സലൈവ, ഉമിനീരിലൂടെ ആ ഫ്രൂട്ടിലെത്തിയ നിപ്പ വൈറസ് ആ ഫ്രൂട്ട്സിനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ടും വരും. അതൊരു വഴി. അല്ലെങ്കിൽ ഈ വവ്വാല് കടിച്ചിട്ടിരുന്നില്ലേ ഫ്രൂട്ട്സ്, അതിനെ പന്നികൾ കഴിക്കും. പന്നി കഴിക്കുമ്പോൾ പന്നിയുടെ ബോഡിയിൽ ആ വൈറസ് എത്തുമല്ലോ. ഈ പന്നിയുടെ മാംസം മനുഷ്യൻ കഴിക്കും. അങ്ങനെ പന്നിയുടെ മാംസത്തിലൂടെ എവിടെ എത്തും, മനുഷ്യനിലേക്ക് എത്തും. അങ്ങനെ പ്രധാനമായിട്ടും ബാറ്റ് ആൻഡ് പിഗ്, പന്നിയും അതുപോലെ വവ്വാലുകളുമാണ് നിപ്പ വൈറസ് പകർത്തുന്നതെന്നാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് വവ്വാലൊന്നും കഴിച്ച ഫ്രൂട്ട്സ് ഒന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കഴിക്കരുത്. ഓക്കെ അല്ലേ? ഇതാണ് പകരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് വൈറസ് ഉണ്ടാക്കുന്ന വേറെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡിസീസാണ് അല്ലെ എയ്ഡ്സ്. വളരെ ഇതുവരെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആർക്കില്ല, എയ്ഡ്സിനില്ല. അങ്ങനത്തെ ഒരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എയ്ഡ്സിന് കാരണമായ വൈറസിന്റെ പേര് നമുക്കറിയാം, HIV വൈറസ്. എന്താണ് HIV? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. HIV വൈറസിന്റെ പേരെന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം, HIV-യുടെ ഫുൾ ഫോം. ഈ HIV ആണ് വൈറസ്. ഇതുണ്ടാക്കുന്ന ഡിസീസിന്റെ പേരാണ് എയ്ഡ്സ്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഇത് ഡിസീസിന്റെ പേര്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഡിസീസും
ആ ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് HIV. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ HIV വൈറസിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരുമില്ല. HIV വൈറസിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അപ്പം ഡിസീസിന്റെ പേര് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ആ ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പം ഇത് ഡിസീസ്, എയ്ഡ്സ് ഡിസീസും അതുണ്ടാക്കുന്ന വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. അപ്പൊ ഈ എയ്ഡ്സിന്റെ വൈറസായ HIV എങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്? അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് എയ്ഡ്സിന്റെ വൈറസുകൾ എത്താൻ 4 പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 വഴികളിലൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഒരു HIV വൈറസ് എത്തുന്നത്. ഏതൊക്കെയാണ് ആ വഴി? 1, സെക്ഷൽ കോണ്ടാക്ട്. എയ്ഡ്സ് ഉള്ള ഒരു രോഗിയുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, അല്ലേ? രണ്ടുപേരും തമ്മിലുള്ള സെക്ഷൽ കോണ്ടാക്ട്, ഒരു മെയിലും ഫീമെയിലും തമ്മിലുള്ള സെക്ഷൽ കോണ്ടാക്ട്. ചിലപ്പോൾ ആ മെയിലിന് എന്ത് കാണാം? എയ്ഡ്സ് കാണാം, അത് ഫീമെയിലിലേക്ക് പകരും. ചിലപ്പോൾ ആ ഫീമെയിലിന് എന്ത് കാണാം? എയ്ഡ്സ് കാണാം, അത് എവിടേക്ക് പകരും? മെയിലിലേക്ക് പകരും. അങ്ങനെ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ മാത്രമാണോ? അല്ല, ഇനിയും വഴികളുണ്ട്. ഇതിലൂടെയൊക്കെ വളരെ കുറച്ചാണ്. ഏറ്റവും കൂടുതൽ പകരുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയാണ്. ബ്ലഡ് കൊടുക്കുന്നവരുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? അപ്പം എന്തെങ്കിലുമൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ട് ബ്ലഡ് ആവശ്യമുള്ളവർക്ക്, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി, നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നിറയ്ക്കും. ആ നിറയ്ക്കുന്ന ബ്ലഡിൽ HIV ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് ആ ബ്ലഡ് ഫ്രീസറിൽ വെക്കുന്നത്, സൂക്ഷിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ എങ്ങാനും എന്തെങ്കിലും അബദ്ധം അവർക്ക് പറ്റി അതിനകത്ത് എന്തുണ്ടെങ്കിൽ HIV വൈറസ് ഉണ്ടെങ്കിൽ നമുക്ക് എയ്ഡ്സ് വരും. നമുക്ക് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ വന്നതാണോ? അല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ വന്നതാണ്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും എന്ത് വരാൻ സാധ്യതയുണ്ട്? എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു വഴിയാണ് മദർ ടു ചൈൽഡ്. മദർ ടു ചൈൽഡ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അല്ലെ? അമ്മ എയ്ഡ്സ് രോഗിയാണെങ്കിൽ കുഞ്ഞിന് എന്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്? എയ്ഡ്സ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അമ്മ എയ്ഡ്സ് രോഗിയാണെങ്കിൽ കുഞ്ഞിന് എന്ത് വരാം? അപ്പൊ മദർ ടു ചൈൽഡ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും പകരാം. ഇനി അടുത്ത് പറയുന്ന ലാസ്റ്റ് മെത്തേഡ് എന്താണ്? ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ സർജറി ഒക്കെ ചെയ്യുന്ന ഉപകരണങ്ങൾ, ബ്ലേഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഒരു എയ്ഡ്സ് രോഗിയെ സർജറിയെ ഉപയോഗിച്ചു, എന്നിട്ട് നന്നായിട്ട് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാതെ, അതായത് നന്നായിട്ട് ഇതിനെ അണുവിമുക്തമാക്കാതെ മറ്റൊരാളിലോട്ട് ഉപയോഗിച്ചാൽ, എയ്ഡ്സ് ഇല്ലാത്ത ഒരാളിലോട്ട് വീണ്ടും ഉപയോഗിച്ചാൽ എയ്ഡ്സ് അയാൾക്കും കൂടി പകരാൻ സാധ്യത. അപ്പം ഈ ഉപകരണങ്ങൾ ആരിൽ ഉപയോഗിച്ചതാണ്? ഒരിക്കൽ എയ്ഡ്സ് രോഗിയിൽ ഉപയോഗിച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്തില്ല? സ്റ്റെറിലൈസ് ചെയ്തില്ല. നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാതെ എവിടെ ഉപയോഗിച്ചു? എയ്ഡ്സ് ഇല്ലാത്ത ഒരാളിൽ ഉപയോഗിച്ചു. അപ്പൊ അയാൾക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് സർജിക്കൽ എക്യുപ്മെന്റ്സ് മാത്രമല്ല, എന്താണ്, നീഡില്, സിറിഞ്ച്. ഒരു എയ്ഡ്സ് രോഗിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത നീഡിലോ സിറിഞ്ചോ എവിടെ ഉപയോഗിച്ചാൽ എയ്ഡ്സ് ഇല്ലാത്ത ഒരാൾ ഉപയോഗിച്ചാൽ അവിടെയും വരാം. അപ്പം ഒന്ന് സർജിക്കൽ എക്യുപ്മെന്റ്സ്, അല്ലേ? സർജിക്കൽ എക്യുപ്മെന്റ്സിലൂടെ വരാം, അല്ലെങ്കിൽ നീഡില്, സിറിഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? എയ്ഡ്സ് പകരാൻ സാധ്യത. അപ്പം എയ്ഡ്സ് പകരുന്ന പ്രധാനപ്പെട്ട 4 വഴികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, 1, എയ്ഡ്സ് രോഗിയുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്. 2, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ HIV വൈറസ് ഉള്ള ബ്ലഡ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് വരും. ദെൻ മദർ ടു ചൈൽഡ്, എയ്ഡ്സ് രോഗിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. പിന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സിലൂടെയും നീഡിലുകളിലൂടെയും സിറിഞ്ചുകളിലൂടെയും. എയ്ഡ്സ് രോഗിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത നീഡിലോ സിറിഞ്ച് വേറൊരാൾക്ക് യൂസ് ചെയ്യാം. ഒരാൾക്ക് യൂസ് ചെയ്ത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ്. അങ്ങനെ എയ്ഡ്സ് ഉള്ള ആൾക്ക് യൂസ് ചെയ്തിട്ട് അടുത്ത, ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലുകളിൽ എയ്ഡ്സ് ഉള്ള ഒരാളെ ഇഞ്ചക്ട് ചെയ്ത സിറിഞ്ച് ഒരു കാരണവശാലും വേറെ ആൾക്ക് ഉപയോഗിക്കില്ല. അതിപ്പോ എയ്ഡ്സ് ഉള്ളയാലും ശരി, എയ്ഡ്സ് ഇല്ലാത്തയാലും ശരി, ഒരാളിൽ ഉപയോഗിച്ച സിറിഞ്ച് നീഡിൽ വേറെ ആൾ ഉപയോഗിക്കില്ല. പക്ഷെ ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. സിറിഞ്ച് നീഡിൽ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു 10 പേര് ഒരുമിച്ചിരുന്നാലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരാളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു, അതേ സിറിഞ്ച് തന്നെ ഉപയോഗിച്ച് അടുത്ത ആൾ ഇഞ്ചക്ട് ചെയ്യുന്നു, അതേ സിറിഞ്ച് ഉപയോഗിച്ച്, അങ്ങനെ ഈ ഇഞ്ചക്ട് ചെയ്യുന്ന ആരിലെങ്കിലും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ആൾക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സിറിഞ്ച് നീഡിലൂടെ അങ്ങനെയൊക്കെയും പകരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിലൂടെ മാത്രമേ എയ്ഡ്സ് പകരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പേടിക്കുന്ന മറ്റു ചില മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഒരു എയ്ഡ്സ് രോഗിയായിട്ട് ഒരു റൂമിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു ഫ്രണ്ട് എയ്ഡ്സ് രോഗിയാണ്. അവനുമായിട്ട് ഒരു റൂമിൽ, നമ്മൾ ഒരു ഹോസ്റ്റൽ റൂമിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോകാൻ താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വരണമെന്നില്ല. അവനുമായിട്ടൊരു സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കുളിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് വരുമോ? ഇല്ല. അവനൊരു ഷേക്കൻഡ് കൊടുത്തു പറഞ്ഞോ, അവനെ നമ്മളൊന്ന് ഹഗ് ചെയ്തെന്ന് പറഞ്ഞോ, ഒരുമിച്ച് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞോ, ഒരേ ടോയ്ലറ്റ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞോ, അങ്ങനെ ഒന്നും നമുക്ക് എയ്ഡ്സ് തരില്ല. പക്ഷെ നമുക്ക് ഒരാളെ എയ്ഡ്സ് രോഗിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടി വരും. നമ്മൾ അയാളോട് ഇന്ന് ഫുഡ് കഴിക്കാൻ തയ്യാറാവോ? അയാളുടെ ഒപ്പം എടുത്ത് താമസിക്കാൻ തയ്യാറാവോ ഒരു റൂമിൽ? ഇല്ല. അയാളുടെ ഒപ്പം ഒരു പോണ്ടിൽ കുളിക്കാൻ തയ്യാറാവോ? പക്ഷെ ഇങ്ങനെയുള്ള അയാൾക്ക് ഒരു ഷേക്കൻഡ് കൊടുത്തെന്ന് പറഞ്ഞോ, അയാളൊന്ന് ഹഗ് ചെയ്തെന്ന് പറഞ്ഞോ,
ഇങ്ങനെയുള്ള അയാളൊന്ന് ടച്ച് ചെയ്തെന്ന് പറഞ്ഞോ, ഇങ്ങനെയുള്ള ഒരു മാർഗത്തിലൂടെ എയ്ഡ്സ് പകരില്ല. എയ്ഡ്സ് പകരുന്നത് ആകെപ്പാടെ ഈ 4 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന് എയ്ഡ്സ് രോഗിയുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്ട്, ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, മദർ ടു ചൈൽഡ്, പിന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സോ സിറിഞ്ചോ നീഡിലോ ഒക്കെ എയ്ഡ്സ് രോഗി ഉപയോഗിച്ച് അത് മറ്റൊരാളിലേക്ക് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ, അണുവിമുക്തമാക്കാതെ ഉപയോഗിച്ചാൽ പകരാൻ സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 മാർഗങ്ങളിലൂടെ മാത്രമേ എയ്ഡ്സ് പകരുന്നുള്ളൂ. അല്ല നമ്മൾ പേടിക്കുന്ന സാധാരണ ചില മാർഗങ്ങളിലൂടെ എന്നും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എയ്ഡ്സ് രോഗിക്ക് ഒരു ഷേക്കൻഡ് കൊടുത്താലോ ടച്ച് ചെയ്താലോ ഹഗ് ചെയ്താലോ അങ്ങനെയൊന്നും പകരില്ല. ഒരു റൂം ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ പകരില്ല. ഒരിടത്തിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞോ, ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞോ, ഒരു കുളത്തിൽ കുളിച്ചെന്ന് പറഞ്ഞോ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇത് സ്പ്രെഡ് ആവില്ല. മീൻസ് ഒരാളിന് മറ്റുള്ളവർക്ക് എന്താണ് പകരുന്നില്ല. മനസ്സിലായല്ലോ? ഇതാണ് എയ്ഡ്സ്. ഇനി ഈ എയ്ഡ്സ് എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? ഇതിന് ഞാൻ പറഞ്ഞു, ഇതിന് ചികിത്സ വളരെ കുറവാണ്. ഇതിന് ചികിത്സ രോഗിയുടെ ലൈഫ് സ്പാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഒരു പൂർണ്ണമായിട്ട് എയ്ഡ്സ് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഈ എയ്ഡ്സ് നമ്മളെ ബാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡാണ്. ഈ എയ്ഡ്സ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ഈ എയ്ഡ്സിന്റെ വൈറസുകൾ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് HIV വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ, HIV വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലിംബോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലുകൾ, നമ്മുടെ ഒരു ടൈപ്പ് WBC ആണ് ലിംബോസൈറ്റ്സ്. കേട്ടിട്ടുണ്ടല്ലോ? നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു ബ്ലഡ് സെല്ലാണ് ലിംബോസൈറ്റ്സ്. അപ്പൊ ഈ HIV എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് ഇവൻ മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന നമ്മുടെ ബോഡിക്കകത്തുള്ള ലിംബോസൈറ്റുകളെയാണ്. ലിംബോസൈറ്റുകൾ. അപ്പൊ ഈ ലിംബോസൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന 5 WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതിൽ ഒന്നാണ് ലിംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. 5 ടൈപ്പ് ഉണ്ട്, അതിലൊന്നാണ് ലിംബോസൈറ്റ്സ്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന HIV വൈറസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ ലിംബോസൈറ്റുകളെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ നശിപ്പിക്കും? ഈ വൈറസ് HIV വൈറസ് ലിംബോസൈറ്റിന്റെ പോയി അറ്റാച്ച് ചെയ്തിട്ട് ഈ HIV വൈറസിനകത്തിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ RNA അല്ലെങ്കിൽ DNA അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ലിംബോസൈറ്റിന്റെ അകത്തോട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ വൈറസുകൾ ലിംബോസൈറ്റിന്റെ DNA ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. വൈറസുകൾ എന്ത് ഉപയോഗിച്ച്? HIV വൈറസുകൾ ലിംബോസൈറ്റ്സിന്റെ DNA ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇവൻ ലിംബോസൈറ്റ് സെല്ലുകളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ലിംബോസൈറ്റ് എന്ന് പറയുന്ന WBC സെല്ലുകൾ, വൈറ്റ് ബ്ലഡ് സെല്ലുകൾ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാതായി മാറും. പിന്നെ ഒരു ചെറിയ പനിയോ ജലദോഷം വന്നാൽ നമ്മൾ മരിച്ചു പോകും. കാരണം എന്താ? നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാവും. കാരണം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ലിംബോസൈറ്റുകളെയും ആര് നശിപ്പിക്കും? HIV വൈറസ് നശിപ്പിക്കും. നമ്മുടെ ബോഡിയിലുള്ള ലിംബോസൈറ്റുകളെ എല്ലാം HIV വൈറസ് ഇങ്ങനെ നശിപ്പിച്ചു കളയുമ്പോൾ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നായിരിക്കും നമ്മൾ മരിക്കുന്നത്. കാരണം ആ രോഗത്തെ പ്രതിരോധിക്കേണ്ട നിസ്സാരമായിട്ടുള്ള ലിംബോസൈറ്റ്സ് പോലും നമ്മുടെ ബോഡിയിൽ ഇല്ല. കാരണം ആ ലിംബോസൈറ്റ്സിനെ ഓൾറെഡി ആരെ നശിപ്പിച്ചു കളഞ്ഞു? HIV വൈറസ്. ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത്. പിന്നെ ഒരു കുഞ്ഞു രോഗം വന്നാൽ മതി, ഒരു ചെറിയൊരു രോഗം വന്നാൽ നമ്മൾ മരിക്കാൻ. കാരണം എന്താ? നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാവും. ഇമ്മ്യൂണിറ്റി എങ്ങനെ നശിച്ചു പോയി? നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിയ HIV വൈറസുകൾ നമ്മുടെ ലിംബോസൈറ്റ്സിനെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. ലിംബോസൈറ്റ്സിനെ എല്ലാം നശിപ്പിച്ചവർ കളയും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയി. നമ്മള് ഈ എയ്ഡ്സ് പകരുമെന്ന് വിചാരിക്കുന്ന നിസ്സാര കാര്യങ്ങളോട് ഒന്നും പകരില്ല. നമ്മുടെ ഫ്രണ്ടിന് ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവനോടൊപ്പം നമ്മൾ കളിച്ചെന്ന് പറഞ്ഞു, കുളിച്ചെന്ന് പറഞ്ഞു, കഴിച്ചെന്ന് പറഞ്ഞു ഒന്നും നമുക്കത് പകരില്ല. അങ്ങനെ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും പകരില്ല. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരെ അവോയ്ഡ് ചെയ്യരുത്. അവർക്ക് നമ്മൾ കെയർ കൊടുക്കണം. അവർക്ക് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടെന്ന് അവർക്ക് തോന്നരുത്. അത്രയും കെയർ നമ്മൾ അവർക്ക് കൊടുക്കണം. മനസ്സിലായി? ഇപ്പം ചിലപ്പം അവരോടൊപ്പം കളിക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാനോ പോലും ചിലപ്പോൾ ചിലർ തയ്യാറാവില്ല. പക്ഷെ അങ്ങനെ ഒന്നും ഒരിക്കലും എന്ത് പകരില്ല? എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരില്ല. അല്ലേ? വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് എന്താണ്? December 1 December 1 അറിയപ്പെടുന്ന വേൾഡ് എയ്ഡ്സ് ഡേ അല്ലേ? December 1. അപ്പൊ ചുവന്ന ബാഡ്ജൊക്കെ അല്ലെങ്കിൽ ചുവന്ന റിബണൊക്കെ ധരിച്ച് ആ ദിവസം നമ്മൾ ആചരിക്കാറുണ്ട്. ആഘോഷിക്കാറുണ്ടെന്നല്ല, ആ ദിവസം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആചരിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അതിന് എന്താണ്? ഒരു അവബോധം ഉണ്ടാക്കാനാണ് മറ്റുള്ളവർക്ക്. അല്ലെ? മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ ഒന്നും അങ്ങനെ എയ്ഡ്സ് പകരില്ല, അതുകൊണ്ട് അവരെയും നമ്മൾ മാറ്റി നിർത്തരുത്, അവരെയും നമ്മളോടൊപ്പം നമ്മൾ നിർത്തണമെന്നൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ദിവസമാണ്. അല്ലെ? അങ്ങനെ പല സ്കൂളുകളിലും അങ്ങനെ കോളേജുകളിലൊക്കെ ഈ ഡേ എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. ഇങ്ങനെ വേൾഡ് എയ്ഡ്സ് ഡേ. ഓക്കെ അല്ലേ? സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എയ്ഡ്സ് പകർത്തുന്ന വൈറസ് HIV ആണ്. ഞാൻ പറഞ്ഞു പകരുന്ന വഴികൾ പറഞ്ഞു. ഇനി പകരാത്ത വഴികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളിലൂടെ ഒന്നും അങ്ങനെ അത് പകരില്ല. ഓക്കെ ആണല്ലോ? ദെൻ വൈറസ് ഉണ്ടാക്കുന്ന അടുത്തൊരു ഡിസീസ് നമ്മൾ കേട്ടിട്ടുള്ള ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ്. നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് കേട്ടോ. അപ്പൊ അടുത്ത ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ്. ഇതും ഒരു വൈറൽ ഡിസീസാണ്. വൈറസ്
ഇതുണ്ടാക്കുന്നതിന് തന്നെ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്നാണ് അതിനെ പറയുന്നത്. ഡിസീസിന്റെ പേര് ഹെപ്പറ്റൈറ്റിസ്, അതുണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഹെപ്പറ്റൈറ്റിസ് വൈറസ്. അത്രേ ഉള്ളൂ, ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഈ ഡിസീസ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ലിവറിനെയാണ്. ലിവറിനെയാണ് മെയിൻ ആയിട്ട് ഈ ഡിസീസ് എന്ത് ചെയ്യാറ്? അഫക്ട് ചെയ്യാറ്. ഈ ഡിസീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്? കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയും ഫുഡിലൂടെയാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്, വാട്ടർ ആൻഡ് ഫുഡ്, അതായത് മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും. ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കാണും. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് വരാം. അല്ലെ, നമ്മൾ വീട്ടിൽ എന്നും കുടിക്കുന്ന വെള്ളത്തിൽ ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം, വരാം. അല്ലെ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്താണ് തിളപ്പിച്ചാറിയ വെള്ളം അല്ലാത്ത വെള്ളമൊക്കെ നമ്മൾ കുടിക്കാറുണ്ട് പലയിടത്തു നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് എന്നാൽ സയന്റിസ്റ്റും അല്ലെങ്കിൽ ഈ ഡിസീസിനെ കുറിച്ച് ഒബ്സർവേഷൻസ് നടത്തിയിട്ടുള്ളവർ പറയുന്നത് എയ്ഡ്സ് പകരുന്നില്ലേ 4 വഴികൾ, അങ്ങനെയും ഹെപ്പറ്റൈറ്റിസ് പകരാം. സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ചാൻസ് ഉണ്ട്, എന്നാൽ അത്ര ചാൻസ് ഇല്ല. എന്നാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും ഇല്ലേ, പിന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സോ നീഡിലോ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് പകരുന്നത്, എങ്ങനെയും പകരാം. എയ്ഡ്സ് പകരുന്ന അതേ മാർഗങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായിട്ട് എന്തിനെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു, ലിവറിനെ ബാധിക്കും. ലിവറിന് എന്ത് ചെയ്യും? ഇൻഫ്ലമേഷൻ വരും, ലിവർ വീർക്കും. ലിവർ വീർക്കാൻ സാധ്യതയുണ്ട്, നീര് വന്ന് വീർക്കാൻ സാധ്യത. അപ്പം ലിവറിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ്. ആ ഹെപ്പറ്റൈറ്റിസ് പകരുന്ന വഴികളാണ് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയും ഫുഡിലൂടെയും മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരാം. അതുപോലെ തന്നെ എയ്ഡ്സ് പകരുന്ന അതേ മാർഗങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരാൻ സാധ്യതയുണ്ട്. എയ്ഡ്സ് പകരുന്ന അതേ മാർഗങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരാം. ഓക്കെ ആണല്ലോ, ഹെപ്പറ്റൈറ്റിസ് പകരാം. ഇനി ഞാൻ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എന്തിനാണ് ബാധിക്കുന്നത്? ലിവറിനെയാണ്. ഈ വൈറസ് പോയി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. അപ്പൊ ലിവറിന് ഇൻഫ്ലമേഷൻ വരാം, നീർവീക്കം വരാം. അങ്ങനെ ലിവറിൽ നീർവീക്കം വന്നിട്ട് ലിവർ ബ്ലോക്ക് ആയി പോകും. ലിവർ എന്താവും? ബ്ലോക്ക് ആവും. അപ്പൊ നമ്മുടെ ബ്ലഡില് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടും. ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടും, അല്ലെ? അപ്പൊ ലിവറിന് ഇൻഫ്ലമേഷൻ വരും. ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ നമ്മുടെ ലിവർ വീർത്ത് വരും. ലിവർ വീർക്കും തോറും നമ്മുടെ ലിവർ ബ്ലോക്ക് ആവും. നമ്മുടെ ലിവർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ആരുടെ അളവ് കൂടും? ബിലിറൂബിൻ എന്ന് പറയുന്ന മഞ്ഞ കളറുള്ള, യെല്ലോ കളറിലുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്, അല്ലെ? പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം. അപ്പൊ ബിലിറൂബിൻ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ് അങ്ങ് കൂടും, നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൂടും. ബിലിറൂബിൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബിലിറൂബിൻ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, വെള്ള ഭാഗം വൈറ്റ്, ആ കണ്ണിന്റെ വൈറ്റ് പോർഷൻ യെല്ലോ ആയി പോകും. നമ്മുടെ നെയിലുകളിലെ, നെയിൽ എന്താണ്? നമ്മുടെ നഖമൊക്കെ എന്ത് ചെയ്യും? യെല്ലോ കളറായി പോകും. അപ്പം നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷൻ യെല്ലോ കളറായി പോകും. നമ്മുടെ നഖം എന്ത് ചെയ്യും? യെല്ലോ കളറാവും. നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിനകത്തും വായ്ക്കകത്തും ഒക്കെ ഉള്ള ലൈനിങ് ഇല്ലേ, മീൻസ് മെമ്പറൈൻ ഇല്ലേ, സ്കിന്നില്ലേ, അതൊക്കെ എന്ത് ചെയ്യും? യെല്ലോ കളറാവും. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ആ വൈറ്റ് പോർഷൻ യെല്ലോ കളറാവും, നമ്മുടെ നെയിലുകളൊക്കെ യെല്ലോ കളറാവും, നമ്മുടെ വായ്ക്കുള്ളിലും നമ്മുടെ മൂക്കിനുള്ളിലൊക്കെ ഉള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ മൂക്കിനുള്ളിലൂടെ വരുന്ന ഫ്ലൂയിഡ് ഇല്ല, അതാണ് മ്യൂക്കസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെമ്പറൈൻ നമ്മുടെ മൂക്കിനകത്തുണ്ട്, നമ്മുടെ വായ്ക്കകത്തും അതുപോലത്തെ മെമ്പറൈൻ ഉണ്ട്. ഇങ്ങനെയുള്ള മെമ്പറൈനൊക്കെ എന്ത് കളറാവും? മ്യൂക്കസ് മെമ്പറൈനൊക്കെ യെല്ലോ കളറായി മാറും. അപ്പൊ നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷൻ യെല്ലോ ആവും, നെയിൽ യെല്ലോ ആവും, മ്യൂക്കസ് ആവും. അപ്പം ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ ലിവർ ഇൻഫ്ലമേഷൻ വരും. അതാണ് ഫസ്റ്റ് സിംറ്റം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് ലിവർ ബ്ലോക്ക് ആവും. ലിവർ ബ്ലോക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബിലിറൂബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്, യെല്ലോ കളറുള്ള പിഗ്മെന്റ് നമ്മുടെ ബ്ലഡിൽ കൂടും. അങ്ങനെ ഈ ബിലിറൂബിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷൻ, നമ്മുടെ നെയില്, നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനൊക്കെ എന്ത് കളറായി മാറും? യെല്ലോ കളറായി മാറും. ഇതാണ് ഏത് ഡിസീസ് എന്ന് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ്. മെയിൻ ആയിട്ട് പകരുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ, ഫുഡിലൂടെയാണ്. എന്നാൽ എയ്ഡ്സ് പകരുന്ന അതേ വഴികളിലൂടെയും ഈ ഡിസീസ് പകരാൻ, ഏത് ഡിസീസ്? ഹെപ്പറ്റൈറ്റിസ് പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് വൈറസ് ഉണ്ടാക്കുന്ന കുറച്ച് ഡിസീസ് ആണ്. നമ്മൾ ചില ഡിസീസ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നിപ്പ, എയ്ഡ്സ്, ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ്. എന്നാൽ വേറെയുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഡെങ്കു ഫീവർ, ചിക്കുൻ ഗുനിയ, ഇങ്ങനെയൊക്കെയുള്ള വേറെയുണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ് ഡെങ്കു ഫീവറും ചിക്കുൻ ഗുനിയൊക്കെ. ഇതെല്ലാം ഉണ്ടാക്കുന്നത് വൈറസ് ആണ്. ഇനി ഈ വൈറസ് പകരുന്നത് എപ്പോഴും കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും, നേരത്തെ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഒന്നും ആവണമെന്നില്ല, കൊതുകുകളിലൂടെ. ഈവൻ നമുക്ക് 2 ഡിസീസ് അറിയാം, ഡെങ്കു ഫീവർ ആൻഡ് ചിക്കുൻ ഗുനിയ. ഈ 2 ഡിസീസും പകരുന്നത് എന്തിലൂടെയാണ്? മൊസ്കിറ്റോ വഴിയാണ്, കൊതുക് വഴിയാണ് പകരുന്നത്. അപ്പൊ കൊതുകൊക്കെ ഈ വൈറസുകളുടെ കാരിയറുകളാണ്, അല്ലെങ്കിൽ വെക്ടറുകളാണ്. അപ്പൊ അത്തരം മാർഗങ്ങൾ, ഈ വൈറസുകൾ പകരാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ഒഴിവാക്കുക.
ഈ വൈറസുകൾ പകരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതാണ് ഇപ്പൊ പറയുന്നത്. എന്താണ് കൊറോണ വൈറസ്. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നും സാനിറ്റൈസർ യൂസ് ചെയ്യണമെന്നും മാസ്ക് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും പകരാതിരിക്കാൻ ശ്രമിക്കുക. ഈ വൈറസ് പകർന്നു കഴിഞ്ഞാൽ ആ ഡിസീസ് വീണ്ടും വീണ്ടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതിപ്പോ കൊറോണ തന്നെ ആവണമെന്നില്ല, ഏത് ഡിസീസ് ആയാലും ആ വൈറസ് സ്പ്രെഡ് ആകുമ്പോൾ ആ ഡിസീസ് എന്ത് ചെയ്യും, അത്രയ്ക്കും പെരുകും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കഴിവതും ആ വൈറസുകൾ പെരുകാതിരിക്കാൻ, അത് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്നും എത്താതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത് ഏത് ഡിസീസിന്റെ വൈറസ് ആയാലും, അതിപ്പോ കൊറോണയുടെ തന്നെ ആവണമെന്നില്ല. കൊറോണ ആയാലും നിപ്പ ആയാലും എയ്ഡ്സ് ആയാലും അല്ലെ ഡെങ്കു ഫീവർ ആയാലും ചിക്കൻ ഗുനിയ ആയാലും എന്തിന്റെ വൈറസ് ആയാലും അത് പെരുക. അപ്പം കൊതുകുകളൊക്കെ പെരുകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഒഴിവാക്കണം. നിപ്പയെ സംബന്ധിച്ച് വവ്വാലുകൾ കടിച്ചിട്ട ഫ്രൂട്ട്സോ അങ്ങനെയൊന്നും കഴിക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറൽ ഡിസീസുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ?